ഞാനിന്നേ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ പാനൊക്കെ വെച്ച് ഇങ്ങനെ ദോശ ചുറ്റിക്കുന്ന കണക്ക് ചുറ്റിക്കുന്നേന്ന്. ഇത് അങ്ങനത്തെ നൂഡിൽസ് ആടോ, നൂഡിൽസ് ഇല്ലാത്ത നൂഡിൽസ്. മോനൊരേ വാശി നൂഡിൽസ് വേണമെന്ന്. എന്നാ പിന്നെ എന്റെ കയ്യിലാണെങ്കിൽ ആ സംഭവം ഇല്ലതാനും. എന്നാ പിന്നെ ഒരു ഹെൽത്തി നൂഡിൽസ് പിടിച്ചാലോ എന്നൊരാഗ്രഹം. അപ്പൊ ഇതുപോലെ ഗോതമ്പ് ദോശ ചുട്ടെടുത്തിട്ട് അതാണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടേ ഇനി ഒരു പാനിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ദാണ്ടെ ഇതുപോലൊന്ന് വഴണ്ട് വരുമ്പോഴേക്കുവേ ഇതിനകത്തിനി തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് മാത്രം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കാം. ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി സൈഡിലോട്ട് അങ്ങോട്ട് മിക്സ് ആക്കി വെച്ചിട്ട് ഇനി ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട പൊട്ടിച്ച് വെച്ചാൽ ലക്ഷണം കണ്ടില്ലേ, അതാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ചിക്കി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഫൈനലി ഇതിലേക്ക് കുറച്ച് ചീസ് സ്ലൈസ് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ദാണ്ടെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആവുമ്പോഴേക്കും എടുത്ത് കഴിക്കണം. എൻ്റെ പൊന്നോ, ഇത് നൂഡിൽസ് അല്ലെന്ന് ആരെങ്കിലും പറയോ? കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റിയ ഐറ്റമാണ്. അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?